നമസ്കാരം, എല്ലാവർക്കും മമ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വീടിൻ്റെ റിനോവേഷൻ കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചു കിച്ചണൊന്നും കാണിച്ചില്ലല്ലോ എന്ന്. അന്ന് കിച്ചണിലെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അന്ന് കാണിക്കായിരുന്നത്. ഇപ്പോൾ അത് വർക്കൊക്കെ കഴിഞ്ഞിട്ടൊരു 1.5-2 മാസത്തോളമായി. പക്ഷേ ആ വർക്ക് കഴിഞ്ഞ സമയത്താണ് മോൻ വന്നത്. അപ്പോൾ ആ തിരക്കൊക്കെ ആയിട്ട് മോന് പെണ്ണന്വേഷണം അങ്ങനെ ഓരോ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി, മാസങ്ങൾ പോയി. മോൻ തിരിച്ചു പോയി, 2-3 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ അവൻ തിരിച്ചു പോയി. പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ ഞങ്ങൾ 22 വർഷമായി വീട് താമസിച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണ് റിനോവേഷൻ ചെയ്തത്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കിച്ചണിൽ സ്ലാബ് കൗണ്ടറിൽ നമ്മൾ നാനോ വെയിറ്റാണ് ഈ ടൈൽ ഇട്ടിട്ടുള്ളത്. പുതിയ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചതാണ്, 3 ബർണറുള്ളത്. സ്ലാബ് കട്ട് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക ചെയ്തത്. 2 ടൈപ്പിലും വയ്ക്കാം, മേലെയും വയ്ക്കാം. ഞങ്ങളത് ഇറക്കി വെച്ചു. പിന്നെ പഴയ അടുപ്പിനെയും കാട്ടിയും ഗ്യാസ് സേവ് ചെയ്യാന്ന് പറയാം, നല്ല ചൂടുണ്ടാവും. പിന്നെ അത്ര യൂസേജ് എന്താ പറയുക, ഗ്യാസ് കൂടുതൽ ഓവറായിട്ട് ഇതാവില്ല എന്നാണ് പറയുന്നത്. പുതിയ കുറ്റിയൊക്കെ വെച്ചിട്ട് വേണം നോക്കാൻ. അത് ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ, ഇനി അത് നോക്കണം. പുതിയ നമ്മളിപ്പോൾ കുറ്റി കഴിഞ്ഞിട്ട് വെക്കുമ്പോഴല്ലേ അറിയുള്ളൂ. പിന്നെ ചിമ്മിനി, അത് വെച്ചാൽ നമ്മൾ ബാഡ് സ്മെല്ല്, പുക, അതുപോലെ ആവിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ടൈലൊക്കെ പെട്ടെന്ന് നാശമായി. പിന്നെ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ സ്മെല്ലൊന്നും നമുക്ക് ഉള്ളിലുണ്ടാവില്ല, നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ അടിച്ചെന്നതാട്ടാ. ആ കൗണ്ടറിൻ്റെ അവിടെ ആ ഷെൽഫ് നല്ലതായിരുന്നു അത്. കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കുക്ക് ചെയ്യുമ്പോൾ. ഇതൊക്കെ തുറന്നെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഷെൽഫുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനാണ്, അലുമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ഥലം സൗകര്യമൊക്കെ ആയി, എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ. സിങ്കിൻ്റെ സൈഡിൽ വെക്കുന്നത് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കിച്ചണിൽ ഞങ്ങൾ ഫ്ലോറിലൊന്നും ചെയ്തൊന്നുമില്ല. 22 വർഷം മുന്നേ അന്ന് ബ്രോക്കൺ പീസ് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തു. പിന്നെ താഴത്തെ ഒരു സൈഡിൽ സിങ്കിൻ്റെ താഴെ വെള്ളമായിട്ട് നമ്മളൊന്ന് വഴുക്കി വീഴാതെ ഇരിക്കാൻ വേണ്ടി ഒരു ചവിട്ടിയൊരു മാറ്റ് ഇട്ടു. ഗ്യാസിൻ്റെ അടിയിൽ നമ്മൾ ഗ്യാസ് കുറ്റി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല. കാരണം ഇനിയിപ്പോൾ അടിയിൽ കൂടെയുള്ള ഗ്യാസിൻ്റെ ഇത് കണക്ഷൻ വന്നിട്ടുണ്ട്, അടുത്ത് തന്നെ വരുന്ന പറഞ്ഞത്. അപ്പം അതൊന്ന് മാറ്റാമല്ലോ. പിന്നെ ഇതിലൊക്കെ പാത്രങ്ങൾ വെറുതെ ജസ്റ്റൊക്കെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. സിങ്കിൻ്റെ താഴെ വേസ്റ്റ് ഇടാനുള്ള ബോക്സ് വെച്ചു. അതുപോലെ ഓരോ ഷെൽഫിലും ഇനിയും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. കിച്ചണിൽ തന്നെ അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്ന് ഗ്ലാസ് ഇട്ടൊന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ പകുതി കുറച്ച് ഭാഗം നമ്മൾ ഇരിക്കുമ്പോൾ ചെയർ തട്ടിയിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഇത് ചെയ്തു. പിന്നെ ഉള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, അത്ര തന്നെ. ഇത് ടച്ച് ചെയ്യാനും അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ വർക്ക് ചെയ്യും. നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടൊക്കെ ചെയ്യാം. അതൊന്ന് ജസ്റ്റ് കാണിച്ചത് മാത്രം. ഇതൊക്കെയാണ് റിനോവേഷൻ ചെയ്ത എൻ്റെ കിച്ചൺ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്